ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങേണ്ടത് പ്രൈമറി കളേഴ്സ് ആണ്. പക്ഷെ പല പാരന്റ്സും വന്നിട്ട് ബുദ്ധിമുട്ട് പറയാറുണ്ട്, കൺഫ്യൂഷൻ ആണ്, കളേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അപ്പൊ ഒരു ശരിയായ രീതി എന്താണ് കുട്ടികളെ കളേഴ്സ് പഠിപ്പിക്കാൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ കളേഴ്സ് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കളർ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ എല്ലാ കളേഴ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അത് പഠിച്ചെടുക്കാൻ ചില ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷനും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പ്രൈമറി കളേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ റെഡ് ആദ്യം പഠിപ്പിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ക്രയോൺസ് കൊടുക്കാം, ക്രയോൺസിൽ റെഡ് സെലക്ട് ചെയ്യാൻ പറയാം, റെഡ് കളറിലുള്ള ആപ്പിൾ വരയ്ക്കാം, അങ്ങനെ റെഡ് കളറിലുള്ള പല ചിത്രങ്ങൾ കൊടുത്തിട്ട് അത് കളർ ചെയ്യിപ്പിക്കാം. ബീഡ്സ് വെച്ച് ചെയ്യാം, ബീഡ്സ് അതിന്ന് റെഡ് മാത്രം പെറുക്കിയെടുക്കാൻ പറയാം. അങ്ങനെ വേറെ ബോൾസ് കൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമുക്ക് കളർ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. അപ്പം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു കളർ മാത്രമായിരിക്കണം. ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡ് മാത്രം. ആ ഒരു കളർ കൺസിസ്റ്റന്റ് ആയിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു 4 ദിവസം തന്നെ നമ്മൾ റെഡ് കളർ മാത്രമേ പറയുന്നുള്ളൂ. അതുകൂടാതെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴെല്ലാം എവിടെയൊക്കെ റെഡ് കളറിലുള്ള കാര്യങ്ങൾ കാണുമോ അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന റെഡ് കളർ മാത്രമാണ്, വേറൊരു കളറും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു കളർ കൺസെപ്റ്റ് കുട്ടിക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ, എവിടെ കണ്ടാലും റെഡ് കളറിലുള്ള എന്ത് സാധനം കണ്ടാലും റെഡ് കളർ എന്ന് കുട്ടി തിരിച്ചറിയുകയും പറയാനും തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ രണ്ടാമത്തെ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു കളർ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇനി ഗ്രീൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രീൻ കളർ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് രണ്ടാമത്തെ കളർ പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഗ്രീൻ കളർ മാത്രം ഫോക്കസ് ചെയ്യണം. കൂടാതെ ഒരു ബേസ് ലൈൻ എന്ന നിലയിൽ നമ്മൾ മുൻപ് പഠിപ്പിച്ച, അതായത് റെഡ് കളറാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചത്, ആ കളറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ചൂസ് ചെയ്യുന്ന സമയത്ത് 2 കളേഴ്സ് കൊടുത്തിട്ട്, അതായത് നമ്മൾ പഠിപ്പിച്ച കളർ റെഡ് പഠിപ്പിച്ചു കഴിഞ്ഞു, അപ്പൊ റെഡും ഗ്രീനും, റെഡ് ഗ്രീൻ ബോൾസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ആദ്യം പഠിപ്പിച്ച കളർ എടുക്കാൻ പറയാം. റെഡ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ കുട്ടി കൺസിസ്റ്റന്റ് ആയിട്ട് റെഡ് പഠിച്ചു കഴിഞ്ഞതാണ് റെഡ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീന് പഠിപ്പിക്കേണ്ടത്. അതുകൂടാതെ ഗ്രീൻ കളറിലുള്ള എല്ലാ സാധനങ്ങളും കാണുമ്പോൾ അത് പോയിന്റ് ചെയ്യിപ്പിക്കുക, കുട്ടിയെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുകയും തിരിച്ച് പറയിപ്പിക്കുകയും ചെയ്യുക. അതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കുക. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത ഒരു 4 days ഗ്രീൻ കളർ മാത്രം. അതിനുശേഷമാണ് മൂന്നാമത്തെ കളർ യെല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ കളർ പഠിപ്പിക്കുന്ന സമയത്തും ഒരു റെഫറൻസ് ആയിട്ട് ഈ 2 കളേഴ്സ് വെച്ചിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ എല്ലാ കളേഴ്സും കൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെ 1 by 1 ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. ഈ പ്രൈമറി കളേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെക്കൻഡറി കളേഴ്സും കൂടെ പഠിപ്പിക്കാം. അപ്പൊ ഈ രീതിയാണ് കുറച്ചും കൂടെ കുട്ടികൾക്ക് ഈസി ആയതും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതി.